ഭാരതിരാജയുടെ മകനും നടനുമായ മനോജിന്റെ മരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. 48 വയസ്സായിരുന്നു. നടനായും സഹസംവിധായകനുമായൊക്കെ കഴിവ് തെളിയിച്ച മനോജിന് കേരളവുമായി ഒരു ബന്ധമുണ്ട്. മനോജ് വിവാഹം ചെയ്തത് മലയാളിയായ നന്ദനയെയാണ്. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശിനിയാണ് നന്ദന. സ്വപ്നം കണ്ട് തുലാഭാരം, സ്നേഹിതൻ, സേതുരാമയ്യർ, CBI തുടങ്ങിയ സിനിമകളിൽ നന്ദന അഭിനയിച്ചിട്ടുണ്ട്. സാതുര്യൻ എന്ന ചിത്രത്തിൽ നന്ദനയും മനോജും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. വളരെ ഞെട്ടലോടെയാണ് മനോജിന്റെ നിര്യാണ വാർത്ത അറിഞ്ഞത്. മാർച്ച് 7 ഹൃദയവാൽവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു മനോജ്. കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നമൊന്നും പറഞ്ഞിരുന്നില്ല. ചൊവ്വാഴ്ച വൈകിട്ട് അവിചാരിതമായിട്ടായിരുന്നു അന്ത്യം. മനോജിന്റെയും നന്ദനയുടെയും പ്രണയ വിവാഹമായിരുന്നു. ഒരു തമിഴ് ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴാണ് പ്രണയത്തിലാവുന്നത്. വീട്ടുകാരുടെ സമ്മതത്തോടെ 2006 മനോജും നന്ദനയും വിവാഹിതരാവുന്നത്. കാരപ്പറമ്പ് ആശീർവാദ് ലോൺസിൽ വെച്ചായിരുന്നു അർഷിത മധുവിധാനി എന്നിങ്ങനെ 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന സിനിമയിലൂടെയാണ് മനോജ് സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത്. പ്രമുഖ സംവിധായകരായ മണിരത്നത്തിൻ്റെയും ശങ്കറിൻ്റെയും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. 2023 മാർഗഴിത്തിങ്കൾ എന്ന സിനിമയിലൂടെ സംവിധായകനായി. ചെന്നൈ സ്വദേശിയാണ് മനോജ്. 1 വർഷം മുമ്പാണ് നന്ദനയും മനോജും കുടുംബവും കോഴിക്കോട്ട് നന്ദനയുടെ വീട്ടിൽ വന്നിരുന്നത്. വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദത്തിൽ പെരുമാറുന്ന സ്വഭാവമായിരുന്നു മനോജ്. അതുകൊണ്ട് തന്നെ നന്ദനയുടെ വീട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട വ്യക്തിയാണ് മനോജ്. കോഴിക്കോടിൻ്റെ മരുമകനായി എത്തിയ മനോജിന് എല്ലാവരുടെയും സ്നേഹം നേടാൻ ഏറെ നേരം വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ മനോജിൻ്റെ മരണം ഇപ്പോഴും നന്ദനയുടെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ചെന്നൈയിൽ പോയാൽ ഏത് കാര്യത്തിനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റേത്.